ഈ നമ്മുടെ മാധ്യമപ്രവർത്തകരോട് വാച്ച് വാർഡ് തട്ടിക്കയറുന്നത് എന്തിനാണ്? 24 ബ്യൂറോ ചീഫ് ഷഫീദ് റാവുത്തറിന്റെ ഫോൺ പിടിച്ചു വാങ്ങുന്നത് എന്തിനാണ് വാച്ച് വാർഡിന് മാധ്യമങ്ങളോട് കലി? അഷ്മി, തീർച്ചയായും അകാരണമായാണ് അത്തരത്തിലൊരു നടപടി വാച്ച് ആൻഡ് വാർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ മറ്റ് നിയമവിരുദ്ധമായ അല്ലെങ്കിൽ ചട്ടവിരുദ്ധമായ യാതൊരു പ്രവൃത്തിയും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ വളരെ അത്തരത്തിലൊരു ഫോൺ പിടിച്ചു വാങ്ങുന്ന ഒരു സമീപനത്തിലേക്കാണ് ഈ അവിടെയുള്ള ജീവനക്കാർ എത്തിയിട്ടുള്ളത്. അത് എന്ത് കാരണത്തിനാണ് എന്ന് അവർ ഇപ്പോഴും വ്യക്തമാക്കുന്നില്ല. സലീം മാലിക് ഉണ്ട്. ഈ വാർത്ത നമ്മളിപ്പോ പറഞ്ഞ വാർത്തയുടെ കൂടുതൽ സലീം, എന്തിനാണ് ഷഫീദിന്റെ ഫോൺ പിടിച്ചു വാങ്ങുന്നത്? എന്താ പ്രശ്നം? കാശ്മീർ രാഹുൽ മങ്കൂട്ടത്തിന് വാച്ച് ആൻഡ് വാർഡ് സംരക്ഷണം ഒരുക്കുകയാണ്. രാഹുലിന്റെ ഫോട്ടോ എടുത്തു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഷഫീദ് റാവുത്തറിന്റെ ഫോൺ ഇവർ പിടിച്ചു വാങ്ങുന്നത്. ഫോട്ടോ എടുത്താൽ എന്ത് കുഴപ്പമെന്ന് മാത്രമല്ല, ആ ഫോൺ പിടിച്ചു വാങ്ങുന്ന ഒരു രീതി ആ സ്ഥലത്ത് ഒരു വാച്ച് ആൻഡ് വാർഡ്, ഒരു 10-30 വാച്ച് ആൻഡ് വാർഡ് ഷഫീദ് വാർത്ത റിപ്പോർട്ട് ചെയ്യായിരുന്നു. നിയമസഭയ്ക്ക് പുറത്ത്, ഈ നിയമസഭാ കെട്ടിടത്തിന് തലക്കെട്ടിനുള്ളിൽ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. വാർത്ത വാട്സാപ്പിൽ ഈ ടൈപ്പ് ചെയ്യുന്നതിനിടെയാണ് 10-30 വാച്ച് ആൻഡ് വാർഡ് വന്ന് ഷഫീദ് റാവുത്തറിനെ വളയുന്നു. അതിനുശേഷം ഫോൺ പിടിച്ചെടുക്കുക, ബലമായി തട്ടിയെടുക്കുകയായിരുന്നു. ഇപ്പോഴും ആ ഫോൺ കൊടുത്തില്ല. ഈ രേഖ കത്ത് നൽകിയതിനു ശേഷം മാത്രമേ ഫോൺ വിട്ടു നൽകൂ എന്നുള്ളൊരു നിലപാടാണുള്ളത്. ഒരു വിചിത്രമായ നിയമമാണ് പറയുന്നത്. മാധ്യമ സ്വാതന്ത്ര്യത്തെ നേരത്തെ തന്നെ നിയമസഭയ്ക്ക് ഉള്ളിൽ പലതവണ ലംഘിക്കപ്പെടുന്നു എന്നുള്ള പരാതികൾ ഉയർന്നതാണ്. അപ്പോഴൊന്നും ആ വിഷയത്തെ അഡ്രസ് ചെയ്തിട്ടില്ല. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ അല്ലെങ്കിൽ വാച്ച് ആൻഡ് വാർഡ് പെരുമാറുന്നത്. ഒരു 10-30 വരുന്ന വാച്ച് ആൻഡ് വാർഡ് രാഹുൽ മാങ്കൂട്ടത്തിനെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ചുകൊണ്ട് കാറിനുള്ളിലേക്ക് കയറ്റുന്നു. അതിനിടയിൽ ആ വശത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാറിന് രാഹുലിനെ പ്രതിരോധം തീർക്കേണ്ട കാര്യം വാച്ച് ആൻഡ് വാർഡിൽ എന്താണ്? രാഹുലിനെ ആരെങ്കിലും ആക്രമിക്കാൻ അവിടെ വന്നിട്ടില്ല, ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടായിട്ടില്ല. ആ രീതിയിൽ രാഹുലിനെ ചുറ്റും നിന്ന് മതിലുപോലെ കൊണ്ടുവരേണ്ട കാര്യം വാച്ച് ആൻഡ് വാർഡിൽ എന്താണ്? ഈ രാഹുലിന്റെ ചിത്രമെടുത്തെങ്കിൽ വാച്ച് ആൻഡ് വാർഡിൽ എന്താണ് പ്രശ്നം? അതിനിപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ഫോൺ പിടിച്ചു വാങ്ങുക, മാധ്യമപ്രവർത്തകരോട് കയ്യേറ്റം ചെയ്യാൻ തുനിയുക, ആ ഫോൺ കൊടുക്കാതിരിക്കുക, യഥാർത്ഥത്തിൽ അവിടെ ഒരു അപ്രഖ്യാപിത മാധ്യമ വിലക്കാണോ സലീം? തീർച്ചയായും അതെ ഹാഷ്മി, തീർച്ചയായും അതെ. അതിനുശേഷം ഈ വിഷയം ശേഷം മാധ്യമപ്രവർത്തകരുണ്ടായി. അപ്പോൾ നമ്മൾ ചോദിച്ചതാണ് എന്തുകൊണ്ടാണ് ഈ ഫോൺ പിടിച്ചു വാങ്ങുന്നത്, ഏതെങ്കിലും നിലയിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളുടെ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വിചിത്രമായി പറഞ്ഞ മറുപടി, ഇവിടെ മാധ്യമപ്രവർത്തകർക്ക് മീഡിയ റൂം അനുവദിച്ചിട്ടുണ്ട്, അവിടെ ഇരുന്ന് മാത്രം ജോലി ചെയ്താൽ മതി എന്നുള്ളതാണ്. മീഡിയ റൂം അനുവദിച്ചു എന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകർക്ക് മീഡിയ റൂമിലേക്ക് വരുന്ന നടവഴിയാണ്. അവിടെ നടന്നു വരാതെ നേരിട്ട് മീഡിയ റൂമിലേക്ക് പ്രത്യക്ഷപ്പെടാനുള്ള മന്ത്രവിദ്യയൊന്നും ഒരു മാധ്യമപ്രവർത്തകർക്കും ഇല്ല. പക്ഷേ മീഡിയ റൂമിനുള്ളിൽ തന്നെ നിന്ന് മാധ്യമപ്രവർത്തനം നടത്തിയാൽ മതി എന്ന വിചിത്രമായ ന്യായമാണ് പറയുന്നത്. അതായത് എന്ത് കാണണമെന്ന് ഇവിടെ തീരുമാനിക്കുന്നത് മാത്രം, സഭാ TV സെൻസർ ചെയ്ത് വിടുന്ന കണ്ടന്റുകൾ മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി എന്നുള്ള ഒരു വിചിത്ര നിയമമാണ് ഈ നിയമസഭയ്ക്ക് മുൻപിൽ നടപ്പിലാക്കുന്നത്. മാത്രമല്ല കോൺഗ്രസിന്റെ മീഡിയ റൂമിന്റെ പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ രാഹുലിന്റെ ഒരു ഫോട്ടോ എടുത്താൽ തല പോകുന്ന എന്തെങ്കിലും നിയമം ഇതിനോടകം പാസ്സാക്കിയിട്ടുണ്ടോ നമ്മൾ അറിയാതെ സലീം? അല്ല, രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിക്കാർ പോലും, കോൺഗ്രസുകാർ പോലും രാഹുൽ മാങ്കൂട്ടത്തിനോട് സംസാരിക്കാൻ കൂട്ടാക്കാത്ത ദിവസം, രാഹുൽ പാർട്ടി സംരക്ഷണം കൊടുക്കാത്ത ഒരു ദിവസമാണ് വാച്ച് ആൻഡ് വാർഡ് കൂട്ടത്തോടുകൂടി മുഖ്യമന്ത്രിക്ക് പോലും കൊടുക്കാത്ത സുരക്ഷ രാഹുൽ മാങ്കൂട്ടത്തിന് നൽകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് വാച്ച് ആൻഡ് വാർഡ് സംരക്ഷിച്ച് പിടിച്ചുകൊണ്ട് മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് കൊണ്ടുപോവുകയാണ്. ആ ലിഫ്റ്റ് നിറയെ വാച്ച് ആൻഡ് വാർഡിന്റെ സംരക്ഷണം. അതിനുശേഷം താഴേക്ക് എത്തിയതിനു ശേഷം നമ്മൾ തൊട്ടപ്പുറത്തെ ലിഫ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം എന്നോട് തന്നെ പറഞ്ഞത് ഇവിടെ നിന്ന് ഫോൺ എടുക്കാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ഫോൺ എടുക്കാൻ കഴിയില്ല എന്ന് ചോദിച്ചപ്പോൾ തൊട്ടപ്പുറത്തേക്ക് രാഹുലിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന വഴിയിൽ ഈ വാഹനത്തിന്റെ അപ്പുറത്ത് നിന്നു എന്നുള്ളതാണ് ഷഫീദ് റാവുത്തർ ചെയ്ത തെറ്റ്. അതിന്റെ പേരിലാണ് ഷഫീദ് റാവുത്തറിന്റെ ഫോൺ തട്ടിയെടുക്കുന്നത്. ഏതെങ്കിലും നിലയിൽ ഒരു മര്യാദയുടെ അപ്രോച്ചിൽ പോലും അല്ല ഈ വാച്ച് ആൻഡ് വാർഡ് ആ നിലയിൽ സമീപിച്ചത്. അതിന് പകരം ഫോൺ പിടിച്ച് വാങ്ങുകയായിരുന്നു, തട്ടിയെടുക്കുകയായിരുന്നു. അതിനുശേഷം ഫോണിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ പരിശോധിക്കണം, ഇത് ഇനി സ്പീക്കറുടെ മുറിയിലേക്ക് ഹാജരാക്കണം, സ്പീക്കറിൽ നിന്ന് നേരിട്ട് കൈപ്പറ്റിക്കോളൂ എന്നുള്ളൊരു ന്യായമൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമ്മൾ ആ ഫോൺ നമുക്ക് തിരിച്ചു വേണം. അതുമായി ബന്ധപ്പെട്ട് സ്പീക്കറുമായി സംസാരിക്കാനിരിക്കുകയാണ്. സ്പീക്കർ ഇപ്പോൾ BAC യോഗത്തിന് ഇരിക്കുകയാണ്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട വിഷയം പരാതിയായി തന്നെ, രേഖാമൂലം പരാതിയായി തന്നെ ഇത് 24 ഉയർത്തുകയും ചെയ്യും. കാരണം ഒരു മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റം എന്ന് തന്നെ നിശ്ചയമായും പറയാം. കാരണം നിയമസഭ എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ച ജനപ്രതിനിധികളുള്ള ഒരു സഭയാണ്. അതിൽ സുതാര്യമാകണം, അതിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് ഉൾപ്പെടെ സുതാര്യമാകണം എന്നുള്ളതാണ്. മുൻപ് ഈ നിയമസഭയ്ക്ക് ആദ്യം ഈ നിയമസഭയിലെ നടപടിക്രമങ്ങൾ ചിത്രീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു മാധ്യമ വിലക്ക് പ്രഖ്യാപിച്ചത്. അതിന് പിന്നാലെ
പിന്നാലെ സഭാ ടി വി സെൻസർ ചെയ്ത് പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ സെൻസർ ചെയ്തതിനു ശേഷമാണ് കഴിഞ്ഞ ഏറെക്കാലമായി സഭാ ടി വിയിൽ നൽകുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു വിചിത്രമായ നിയമം കൂടി നിയമസഭാ പരിസരത്ത് ഫോൺ ഉപയോഗിച്ചുകൂടാ, മാധ്യമപ്രവർത്തകർ നേരിട്ട് മീഡിയ റൂമിലേക്ക് പ്രത്യക്ഷപ്പെടണം, അതുവഴി നടക്കരുത് എന്നതുൾപ്പെടെയുള്ള വിചിത്ര നിയമങ്ങൾ കൂടി ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. എന്തായാലും പരാതിയുമായി തന്നെ സ്പീക്കർക്ക് നേരിട്ട് പരാതി നൽകാനാണ് ഇപ്പോൾ 24 തീരുമാനിച്ചിരിക്കുന്നത്. ഹാഷ്മി, തരിമാലിക്ക വാർത്തയുടെ വിവരങ്ങൾ നൽകിയായിരുന്നു. ഷഫീദിന് അല്പസമയത്തിനകം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് ഉണ്ടായതെന്ന് അറിയാൻ. എന്തായാലും ഷഫീദ് റാവുത്തർ അവിടെ മീഡിയ റൂമിന് പുറത്ത് നിൽക്കുകയായിരുന്നു. ഈ പറയുന്ന ഒരു മാധ്യമപ്രവർത്തകന്റെ പ്രധാന ഉപകരണമാണ് ഫോൺ എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മുടെ ഡെസ്കിലേക്ക് പ്രേക്ഷകർ അറിയിക്കാനുള്ള വാർത്ത ഇടുന്ന തിരക്കിൽ നിൽക്കുമ്പോൾ കുറേയധികം വാച്ചാൻവാട് ഒന്ന് ഷഫീദിനെ വളയുകയും ആ ഫോൺ പിടിച്ചെടുക്കുകയുമായിരുന്നു. ഫോൺ പിടിച്ചെടുത്തത് അതിന് സ്പീക്കറിൻ്റെ അടുത്തും മേടിച്ചു വന്ന ധിക്കാരപരമായ സമീപനം വാച്ചാൻവാട് സ്വീകരിക്കുകയായിരുന്നു. അത്തരത്തിൽ മാധ്യമങ്ങൾക്ക് സഭയ്ക്കുള്ളിൽ വിലക്കുണ്ടോ എന്ന് അറിയിക്കേണ്ടത് സർക്കാരാണ്. അത്തരം നമ്മളറിയാതെ ഏതെങ്കിലും തരത്തിലുള്ള കരിനിയമം സഭയ്ക്കുള്ളിൽ മാധ്യമങ്ങൾക്കെതിരെ പാസ്സാക്കിയിട്ടുണ്ടോ സർക്കാർ എന്ന കാര്യം നമുക്കറിയില്ല. അങ്ങനെ നിയമമില്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഒരു മാധ്യമപ്രവർത്തകന്റെ പ്രധാന ഉപകരണമായ ഫോൺ പിടിച്ചെടുത്ത് ഇപ്പോഴും ആ തടവിൽ വെച്ചിരിക്കുന്നത് എന്ന കാര്യം മനസ്സിലാവുന്നില്ല. വാച്ചാൻവാട് അടിച്ചുമാറ്റിയ ഷഫീദിന്റെ ഫോൺ തിരികെ കൊടുക്കേണ്ടതാണ്. അവന്റെ സ്വതന്ത്രമായി ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിന് വിലങ്ങുവെക്കലാണ്, കടക്കൽ കത്തിവെക്കലാണ്. അത് അക്രമമാണ്, ചെയ്തുകൂടാ എന്നുകൂടി പറയുന്നു. ഷഫീദിന്റെ ഫോൺ ആ വാച്ച് അടിച്ചുമാറ്റിയ ഫോൺ ഉടനെ തിരിച്ചു കൊടുക്കേണ്ടതുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.